കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് ഇന്നലെ മരിച്ചത് തുറന്നിട്ട ഓടയിൽ വീണിട്ടാണ്. വലിയ ഒഴുക്കുള്ള ഓട തുറന്നു കിടക്കുന്നത് ഏത് നിമിഷവും അപകടം വിളിച്ചു വരുത്തുന്നതാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. തടമ്പാട്ട് താഴം സ്വദേശി ഷംസീറാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് തടമ്പാട്ട് താഴം സ്വദേശിയായ ഷംസീർ ഈ കാണുന്ന ഓടയിൽ വീണ് ദാരുണമായ മരണം സംഭവിച്ചത്. ഇവിടെ നിന്നാണ് ഓടയിലേക്ക് വീണത്. വലിയ ഒഴുക്കുണ്ടായിരുന്നു, നല്ല മഴയുള്ള സമയമായിരുന്നു. ഇപ്പോൾ കാണുന്ന വെള്ളത്തിനേക്കാൾ കൂടുതൽ ഒഴുക്കുണ്ടായിരുന്നു. ഈ ഓടയിൽ വീണ് നേരെ ഈ സ്ലാബ് ഉള്ള ഈ ഭാഗത്തേക്ക് അടിയിലേക്ക് പോയി. അങ്ങനെയാണ് പെട്ടെന്ന് രക്ഷ പുറത്തെടുക്കാൻ കഴിയാതെ പോയത്. നാട്ടുകാർ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഷംസീറിനെ മരിച്ചിരുന്നു. ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഓട ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ്. ഇതിപ്പം വേങ്ങേരി, അതേമാതിരി കർണാടിക്കൽ എല്ലാ സ്ഥലത്തു നിന്ന് വരുന്ന വെള്ളവും ഇവിടെ വന്നുങ്ങാട്ട് ഇതുവഴിയാണ് പോകുന്നത്. ഏത് സമയത്തും എപ്പോഴും ഫുള്ള് ഒഴുക്കും കാര്യങ്ങളായിട്ട് ചെറിയ കുട്ടികൾ വരെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ഭീഷണിയാണ്. കാരണം വെച്ചാൽ കുട്ടികൾ അതിൽ വീണ് പോയാൽ എന്തായാലും ഈ ഓവിൻ്റെ ഉള്ളിൽ കുടുങ്ങുന്നുള്ള കാര്യം അറിയാം. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത്. ഈ ഓവ് ഇങ്ങനെ തുറന്നിട്ടതിനെ കൊണ്ട് ഇതിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ ഇവിടുന്ന് സംസാരിക്കുകയുണ്ടായിരുന്നു. പക്ഷേ ആരും ഇതിനെ ഒരു മുൻകൈ എടുക്കാത്തത് കൊണ്ട് അത് ഭയങ്കര ഒരു അബദ്ധമായി പോയി. ഇപ്പോഴാണ് നേരിൽ കണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും ഇത് അടച്ചു മൂടേണ്ടതാണ്. ഇപ്പോൾ ഒരാളെ ജീവനല്ല ഇപ്പോൾ പോയത്. ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഇവിടെ തൊട്ടടുത്തുണ്ട് ബസ് സ്റ്റോപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്ന വീണുകാണെങ്കിലൊക്കെ പെട്ടെന്ന് ശ്രദ്ധയിൽ പെടുന്നില്ലല്ലോ, പിറകിലേക്കല്ലേ ഉള്ളത്. പുള്ളിക്കാരൻ ഇവിടെ വന്ന് പെട്ടെന്ന് വീണു പോയതാണ്. അപ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ, 5 മിനിറ്റ് ആയില്ല, 3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സംഭവം എടുക്കുകയൊക്കെ ചെയ്തു. ഈ ബസ് സ്റ്റോപ്പിൽ 100 കണക്കിന് പിള്ളേർ വന്ന് പോകുന്നതാണ്. 1000-500ഓളം ഞങ്ങൾ ഒരു ദിവസം വന്നു പോകുന്ന വഴിയാണിത്. ഇതാണ് ഇങ്ങനെ അടച്ച് പറഞ്ഞിട്ടത്. കുട്ടികളെ കളിയല്ലേ, ഓട്ടവും ചാട്ടവും. എന്നിട്ട് ഞങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് പോകല്ലേ മോനെ എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് ഇങ്ങനെ നല്ല ആഴമുണ്ട്, അത്യാവശ്യം നല്ല ആഴുണ്ട്, ആഴുണ്ട് ഇതിൽ. അപ്പോൾ നല്ല മഴ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ശരിക്കും അടുക്കാൻ പറ്റില്ല. ഒന്നിക്കലും ഒരു കമ്പി വേലി തന്നെ ഉണ്ടെങ്കിൽ ഈ സംഭവം ഒന്നും ഉണ്ടാവില്ല. അപ്രതീക്ഷിതമായി വലിയ മഴ പെയ്യുന്ന ഒരു സമയമാണ്, കാലവർഷ സമയമാണ്. ആ സമയത്താണ് ഇങ്ങനെ ഡ്രൈനേജ് ഓപ്പണാക്കി ഇട്ടിരിക്കുന്നതാണ് അപകടം വിളിച്ചു വരുന്ന ഒരാളുടെ മരണത്തിന് കാരണമായി. ഒരു 2 മാസം മുമ്പ് പാലാഴിയിലും സമാനമായ രീതിയിൽ ഈ തുറന്നിട്ട ഡ്രൈനേജിൽ വീണ് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇങ്ങനെ ഈ നാട്ടുകാർ പറയുന്നത് ഒരു സ്ലാബ് ഇട്ട് മൂടുകയോ അല്ലെങ്കിൽ ഒരു കൈവരിയെങ്കിലും വെച്ച് സുരക്ഷ ഒരുക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്.